കുഞ്ഞൻ മത്തി കച്ചറ കച്ചറ എങ്ങനെ നന്നാക്കാക്കണേ ഓളിഞ്ഞോടെ മത്തി കൊണ്ടിരുന്നാ എന്നാ പിന്നെ അതിനൊന്ന് കാണണ്ടേ ഇന്നെ കൊല്ലലേക്കാറ് ഞാന് ഇതെന്താ എന്റേതല്ലല്ലോ ഇവിടെ ഈ ഉരുളങ്ങന്റെ വെള്ളത്തിൽ എന്റെ മൂന്ത ഞാൻ മുക്കും അന്റെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴപ്പോ ഈ കുട്ടി നോക്കലേക്ക് പറ്റൂല അവിടെ ഗ്യാസ് കയറിട്ട് നോമ്പ് പിരാന്തായി നിക്കുക ഒക്കെപ്പാടെ ഈ മൂട് വിൽക്കണീനൊക്കെ ഒരു ചവിട്ടേക്കാരം മൂടിന് തോട്ടത്തില് ചെടിയാക്കോ മറ്റത് അവിടെ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോളെ ഇവര് കേക്ക് ഉണ്ടാക്കി കഴിച്ച ആട്ടുംകാട്ട കേക്ക് സ്പെഷ്യൽ കേക്ക് റമളാൻ സ്പെഷ്യൽ ആട്ടുംകാട്ട കേക്ക്. അങ്ങനെ ഗൈസ് നോമ്പ് തുറക്കാൻ റെഡി ആയിക്കൊണ്ട് കുഞ്ഞോളും കുട്ടികളും വേദിയിൽ സ്റ്റേജ് നമ്പർ 1 കീറത്തട്ടടാന്നാല് എനിക്ക് ഒരു ഷാളിനും മടിങ്ങാട്ട് പോയി വെറുതെ നിങ്ങൾ ഇങ്ങനെ കടിക്ക് എന്തേലും സാധനം വാങ്ങാൻ പോകുമ്പോ ഉള്ള ഡ്രസ്സും കൊടുത്തു പോയിരുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് പള്ളർച്ച് മാമുത് നിന്ന ശ്രീ ബേബിയുടെ കണ്ണും മോറും കോഴിമുട്ട ഒരു ദിവസം ഒരു മുട്ട കഴിക്കലുണ്ടത് കൊടുക്കലില്ല അല്ലേ ഉണ്ടല്ല പറയും പിന്നെ എന്താ ഒരു ദിവസം ഒരു മുട്ട കൊടുക്കലുണ്ടോ ചോദിച്ചപ്പോ ഇല്ല ആലോചിച്ചത് എന്താ പകുതിയൊക്കെ തിന്നുള്ളൂ മഞ്ഞൊന്നും ചിലപ്പോ കൊല്ലിയിൽ കിട്ടും. മുട്ട കഴിക്കലല്ലോ തിന്നേ ഞാൻ ചാടിച്ചു ഉണ്ടാക്കിയും കുറക്കുണ്ടോ അടി ഇതിപ്പോ എപ്പോഴെടുത്തുന്ന് ഒരു പൊട്ടെടുത്താൽ തൊള്ളിയിൽ നിർത്തിട്ട് അത് നോക്കിയിട്ട് പിന്നെ തൊള്ളി കിട്ടും. ഞങ്ങൾ എന്റെ മാതിരി മുത്തും പവയൊന്നും എന്റെ തൊള്ളിയിൽ കിട്ടൂല. കല്ലും മുള്ളും തിന്നണല്ലേ ഇതുണ്ടാടല്ലേ തൊള്ളിയിൽ നിർത്തിട്ടോ ചടിച്ചേ ഇതെന്താ ജിബ്രാൻ ഓട്സോ ജിബ്രാൻ ഓട്സ് കഴിക്കണല്ലേ ജിബ്രാൻ ഇന്ന് നോൽപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെൽച്ചോറത് പെൽച്ചോറ് പെൽച്ച മറ്റേ ഇതാണ് എത്രത് പെൽച്ചോട്സ് കഴിച്ചാ പുതിയ കമ്പ്യൂട്ടർ ആടുന്നോട്ടെ പെൽച്ചോട്സ് കഴിക്കും. അയക്കണ കാലിടുന്നത് കുട്ടിന്റെ ഫ്രൂട്ട്സ് ഇടുന്ന കൊടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കാലിന് വരലിട്ടാണ് ഇതാ അപ്പൊ ഇങ്ങനത്തെ എന്തിനാണ് ജിബർക്ക് കൊടുക്കണത്? ഇതൊക്കെ എനിക്കാ കുട്ടി കൊടുക്കണ്ട. ഇതില് കാലിന്റെ വരലിടെ ഈ സാധനത്തില് ഈ ഫ്രൂട്ട്സ് ഇതാക്കണ ഇതില് അലമ്പ് പരിപാടിയല്ല ആർക്കും കണ്ടിക്കണേ ഇങ്ങനെ ക്യാമറ കൊണ്ട് വരുമ്പോത്തിന് എന്ന് കാണിച്ചെടുക്കണ്ടേ കണ്ടോ പട്ടിണി അടക്കമല്ലോ മതി അതായിട്ട് എനിക്കൊരു ഓക്കെ കൈ കൊണ്ട് എടുത്തുകാണ്ട് തിന്നണം. ഓളെ കൈ കൊണ്ട് തിന്നണം നയിച്ച് തിന്നണം. നാളെ പിടിച്ചല്ലേ രാത്രി പിടിക്കല്ലേ രാത്രി പിടിക്കാം. പിന്നെന്താ വെച്ചാൽ ഉറങ്ങണ നേരത്തെ
ഇടങ്ങാറുണ്ട് മാറി ചെയ്തോളൂ. 2 നേരം പറച്ചില്. അപ്പൊ ചലക്കല്ലിടും പിടിച്ചാൽ പറയും ഡോക്ടർ. അപ്പൊ 2 നേരം പിടിക്കാൻ പറഞ്ഞു. നമ്മള് ഇന്നലെ തന്നെ 2 നേരം കറക്റ്റ് 2 നേരം പിടിച്ചില്ല. ഇന്നലെ 2 നേരം പിടിച്ചാറേ ഇല്ലേ? ആ പറഞ്ഞിട്ടില്ലേ? ഇല്ല, അതൊന്ന് പറഞ്ഞോണ്ടെന്നാ എവിടെ വെച്ചാല് അതാ ഇല്ലാട്ടെ ഇത് വെക്കും. എത്ര ദിവസം? 3 ദിവസം 2 നേരം പിടിക്കാൻ പറഞ്ഞു. കുറവില്ലെങ്കിൽ കുട്ടികളെ ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത്. കേൾക്കാതെ റാഷിദ തൊട്ടാൽ കുറ്റടിച്ച് പൊട്ടിച്ചാളും ഞാൻ കേട്ടോ. എന്റെ സ്വഭാവം എനിക്കറിയില്ലേ? എന്തോ പാർസല നിക്കണം, അതെന്തായാലും വാങ്ങി. എനിക്ക് വിളിച്ചിനോ? ഡ്രസ്സാ? അപ്പൊ അയച്ച ആൾക്കാരെന്താ? അയച്ച ആൾക്കാർ കറി വേണം. ബീഫിന്റെ എല്ലെടുത്തോ? മീൻ കൊണ്ടുപോവാ. ദോശക്കോ? ആയിക്കോറേ. അങ്ങനെ കഷ്ണം മീൻ ടൈപ്പ് നോക്കാം. പിന്നെ തുള്ളി ചിക്കൻ കൊണ്ടുപോകണം. എനിക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കാൻ. അല്ല റാഷിദ, കുട്ടികൾ നോക്കി അറിയാത്തോണ്ട് ചോദിച്ചാ അന്റെ പ്രശ്നങ്ങളൊക്കെ പാടെ കഴിഞ്ഞിട്ട് എപ്പോഴപ്പോ ഈ കുട്ടി നോക്കലില്ലേ? പറ്റൂല. അവിടെ ഗ്യാസ് കയറിട്ട് നോമ്പ് വെച്ചാൽ പിരാന്തായി നിക്കുക. ഒക്കെ പാടെ ഈ മൂട് വിൽക്കണീനൊക്കെ ഒരു ചവിട്ടേക്കാരം മൂടിന്. ഇവിടെ എന്താടി ഇവിടെ എന്താ ഞാൻ അതിൻ്റെ ഉള്ളിൽ പഞ്ഞി സ്പോഞ്ച് വലിച്ചെടുക്കാൻ്റെ പരിപാടിയിലേക്കാണ്. എടാ സൗണ്ട് അടച്ചാ ടിവിന്റെ. ഇപ്പച്ചിന്റെ അടുത്ത് ഇരുന്നോ? ഇമ്മച്ചിക്ക് നിസ്കരിച്ചാനുണ്ട്. അത് കഴിഞ്ഞാല് കുട്ടീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. കുട്ടിനെ നോക്കിയ കണ്ടാ മതി. എനിക്കൊക്കെ പൂതിയാണ് ഇത് കുട്ടി നോക്കണാണ്. എനിക്ക് അങ്ങനെ എന്ത് പൂതി ഉണ്ട് നിങ്ങൾ കുട്ടീനെ നോക്കണേ? പിന്നെ ഞാൻ തന്നെയല്ല ഇപ്പൊ നോക്കണേ. അതിന്റെ സൗണ്ട് ആർക്ക് ടിവിന്റെ? എന്ത് അതല്ല ഇപ്പൊ എന്താ പറഞ്ഞ? സൗണ്ട് കുറച്ചു. ഇവിടെ എന്താ പറഞ്ഞേ? സൗണ്ട് കുറച്ച് തെണ്ടിയതല്ലേ? അതാണ് കേട്ടത്. അതല്ലേ സൗണ്ട് കുറച്ച് തെണ്ടിയതല്ലേ? അതല്ല ഇതെന്താണ് പറഞ്ഞത്? സൗണ്ട് കുറച്ചു തെണ്ടിയേ അല്ലേ? ഇവിടെ വാ. അതിനല്ലേ പറഞ്ഞേ? സാധാരണ മാതിരി കുട്ടികളതല്ലേ കേക്കണത്. എന്താണ് ഷാപ്പോ? എന്താണ്? 2-4 സ്പൂൺ പൊടിയാ അവള് തിന്നത് ആകെ. അങ്ങനെ കഫക്കെട്ടിന്റെ തൊണ്ടാണ് തോന്നുന്നത്. തീറ്റ കുറവാ? തീറ്റ കുറവാണോ? ഇങ്ങനെ വരികട്ടോ, പൊടിയൊക്കെ ആയിട്ട് തിന്ന് ഇങ്ങനെ വരും. അപ്പൊ അഡ്വഞ്ചായി ഉണ്ടാവും. കോഴിമുട്ട ഒന്നുണ്ടല്ലോ, അത് കൊടുത്തോണ്ട് ലഡീഷുമാ. ഒക്കത്തിനും ഇങ്ങനെ ഗൾഫിൽ പോകാൻ വിളിച്ചാൽ മതി. 6 മൂളി തരില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അലജി നിസ്കരിച്ചോ? നിസ്കരിച്ചോ? എന്നിട്ടാണ് എനിക്ക് നിസ്കരിക്കണം. പിന്നെ കൂട്ടാനെ കൊണ്ടുവരും വേണ്ടേ? എന്താണ് കടി? ദോശ. മതി ഇജാതി നിസ്കരിച്ചേ. റാഷിദൊക്കെയാണ് ഇന്നെ നിസ്കരിച്ചാനയക്കണില്ല.
അതിന് എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് കുട്ടി നോക്കിയിട്ടാണ് എനിക്ക് നിസ്കരിച്ചെങ്കിലേ. അപ്പൊ ഗൈസ് ബത്തക്ക വാങ്ങാൻ വന്ന കേട്ടോ. അപ്പൊ ഇവല് പണ്ട് പപ്പായ തന്നാണ് പറ്റിച്ചിനി നമ്മളെ. മധുരം ഉണ്ടാവൂലേ? മധുരം ഉണ്ടാവൂലേ? ഇജ്ജ് നോക്കിയാ മതി, ഇജ്ജ് നോക്കിയാ മതി. എനിക്ക് മുമ്പില്ലേ ബനപ്പം കൂടാ നാസാവൂടാ. അൻ്റെപ്പം കൂടിയാലോ ആ നാസാവുന്നു. മഞ്ഞണ്ട മഞ്ഞ കിലോ വില കൂടുതലാ അവിടെ. അപ്പുറത്ത് 30 വന്നുള്ളൂ, ഇവിടെ 38. ഇവരൊക്കെ വലിയ കച്ചവടക്കാരനായിട്ടോ. ആ ഫുള്ള് അത് ഫുള്ള് 345. എത്ര 345 എങ്ങനെ വരുന്നേ? വെറുതെ പറഞ്ഞാണ്, എന്നെ പറ്റിച്ചാണ്. ഇതൊക്കെ വീഡിയോയില് വരും കേട്ടോ. 72 ഉണ്ട്, 71 72 കൂട്ടുണ്ട്. ആ എടുത്തോ, എന്നും വരാനുള്ളതല്ലേ, അതോടെ ഫുള്ള് കൊണ്ടാകത്തെ. ഇനി നാളെയും വരണ്ടേ. അപ്പം ഇന്ന് കൊണ്ടുപോയാൽ പിന്നെ നാളത്തെ വരവ് ഉണ്ടാവില്ല. ഗൈസ് പൈനാപ്പിളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. പക്ഷെ ഇവിടെ ചെലവില്ല, കാരണം ഒരു വില കൂട്ടിച്ച് വെറുതെ കേട്ടോ ഗൈസ്. നല്ല കച്ചവടം. അതെ, ഹോൾസെയിലാണ് ഇവര്. ഗൈസ് അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. മീനുണ്ട്. എടേ വാതിലർക്ക് ഇവിടെ വന്ന് ബെല്ലടിച്ച് എത്ര നേരം കഴിഞ്ഞാലും ഒക്കെ വാതിലുറക്കാനൊരു മടിയാ. 15 വിളിച്ചണോ ആള്. എത്ര നേരമായി റാഷിദ് ഈ വിളിച്ചണേ? സൗണ്ട് അടച്ചടാ. പോവാ ഉറങ്ങി നീച്ചാ കണ്ട ഞാൻ പിടിച്ച. അപ്പൊ ഗൈസ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മീനാണ്. ഓ മീനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ബത്തക്ക ഉണ്ട്, പിന്നെ സ്പെഷ്യൽ സാധനം ഉണ്ട് റൂഹുൽ ലഫ്സ. ഇപ്പോൾ ട്രെൻഡിങ് ആണ് പോലോ. നോമ്പിന് 400 റുപ്യാണ്. ചിക്കൻ വാങ്ങിയിട്ടില്ല, മീനുള്ളി. ഓക്കെ, ഇവിടെ അങ്ങനെ എല്ലമ്പാട മുണുങ്ങാല്ല ഇവിടെ അല്ല കേട്ടോ. മത്തി കുഞ്ഞൻ മത്തി ഗൈസ്. കച്ചറ എങ്ങനെ നന്നാക്കാക്കണേ? ഓളിഞ്ഞോടെ മത്തി കൊണ്ടിരണ്ട. ആ എന്നാ പിന്നെ അതിനൊന്ന് കാണണ്ടേ? ഇന്നെ കൊല്ലലേക്കാര ഞാന്. ആ ഇതെന്താ ചെമ്പരത്തി പോവോ? ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? അപ്പൊ ഞാന് വേറൊരു സാധനം ഉണ്ട് എനിക്ക്. പഞ്ഞിയുള്ള മത്തി. അത് നന്നാക്കിക്കണേ, അത് നന്നാക്കിക്കണേ. ഇത് നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നിക്കണത് കേട്ടോക്കെ. ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിന് നന്നാക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കണത്. റാഷിദ എത്ര പേടിച്ചേ? പൊരിച്ചല്ലേ ജി? ഞങ്ങൾക്ക് കഷ്ണമീൻ വേണമെങ്കിൽ അതുകൊണ്ട് ആ ഞാനിപ്പോ തിരിച്ചു കൊടുക്കാൻ നിൽക്കല്ലേ. ഞാനൊരു ഒറ്റ അടിക്കാൻ കേട്ടോ. പൊയ്ക്കച്ചവിടുന്ന് കഷ്ണമീനും വാങ്ങിക്കണം. നല്ല ഫേദറിൻ്റെ തുണ്ടൻ കഷ്ണം ഒരു ഫുൾ മീനാണ് വാങ്ങി. കായ് നോക്കിയില്ല. ഇത്രയും കൊണ്ടുവന്നിരുന്നു ഇങ്ങോട്ടാണല്ലോ ഇങ്ങനെ പെരുമാറുന്നത്. ഞാനതിന് ഇത്രയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആ കഷ്ണമീൻ മാത്രം പറഞ്ഞത്. മത്തി കാര്യങ്ങൾ പോയപ്പോ ഞാൻ പറഞ്ഞതാണ് മത്തി വാങ്ങണ്ട. അതോ ഏത് കുഞ്ഞമ്മത്തിന്റെ ചോറും മീനും പറഞ്ഞിട്ട് ഇതിലൊരു പാത്രത്തിൽ കണ്ടില്ലേ? കുഞ്ഞമ്മത്തി മസാലയില് അയാ ഇബ്രോനെ കൊണ്ട് നന്നായി.
പോയപ്പോ ഞാൻ പറഞ്ഞ മത്തി വാങ്ങണ്ട. നിങ്ങൾ ഇന്റെ ഒരു ആഗ്രഹല്ലേ, വാശിക്കൊന്നല്ല, ഇന്റെ ആഗ്രഹല്ലേ. എന്താ എനിക്കും ഇവിടെ സാധനം പക്ഷെ ആ കോഴിമുട്ടക്ക് ഹോളിടുന്ന സാധനം കൊണ്ടാണ് അങ്ങനെ നടക്കണത്. അതിന് അതാണ് പൊട്ടിച്ചാലുള്ള അവനക്കൊരു സമാധാനം കിട്ടുള്ളൂ. ചിക്കൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊണ്ടുവരൂലെന്ന് പറഞ്ഞ ഞാന് ജിന്നോട് പറഞ്ഞേ ചിക്കൻ കൊണ്ട്. ഞാൻ പറഞ്ഞു ചിക്കനോ മീനോ ഏതെങ്കിലും ഒന്ന്. എന്തിന് നോൽമ്പില്ലാത്ത ഓൽക്ക് എന്തിനാണ് ജി ഇടങ്ങേറിങ്ങാണ്ട് ഈ കടി ഉണ്ടാക്കണേ? ജി ആവശ്യമില്ലാതെ മരുവിന്റെ നേരത്തെ ബിസി ആവണതിന്റെ കാരണം തന്നെ ഈ കുറെ ടിവിയിൽ കണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്നോണ്ടാണ്. അത് ഇവിടെ ഉണ്ടാക്കണ്ട ജി ട്ടോ. ഓല് നോൽമ്പ് ഓൽക്കണ അന്ന് ഓല ഇഷ്ടത്തിനനുസരിച്ച് ഇതായി കൊടുക്കുക. നോൽമ്പില്ലാത്ത അന്ന് ഓല ഇഷ്ടം നോക്കണ്ട. ടിഷൊക്കെ നോൽമ്പ് ഓൽക്കുകയാണെങ്കിൽ ജോലി പറഞ്ഞ മാതിരി കേട്ടോ അല്ലേ? ടിഷുമ്മക്ക് നോൽമ്പ് ഓൽക്കുകയാണെങ്കിൽ ഇജ്ജ് പറഞ്ഞാൽ കേട്ടോ, ഓക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കി കൊടുത്ത. അല്ലെങ്കിൽ ബല ഇഷ്ടമൊന്നും ഇജ്ജ് നോക്കണ്ട. വെറുതെ ഇജ്ജ് ബിസി ആവണം. എന്തിനാണ്? എനിക്കിഷ്ടമല്ല ഇജ്ജിങ്ങനെ ഫുൾ ടൈം തിരക്കിലാവണത്. അതിനിങ്ങനെ മൂന്തി കൽപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇജ്ജ് ഉണ്ടാക്കി തരില്ല. എനിക്ക് പച്ചന ഉണ്ടാക്കിയാൽ മതി. ബാക്കി വലിച്ചെറിയാൻ പറ്റും. പൂച്ചാക്ക് കൊടുക്കാം. അപ്പൊ അത് ഉണ്ടാക്കണ്ട പറയില്ല. ഇനി എന്തിനാണ് ഇങ്ങനെ പിന്നെ പറയണേ? ഉണ്ടാക്കണ്ടെന്ന് പറയില്ല. മത്തി ഇവിടെ നന്നാക്കണ്ട. ജോലി പ്രമാണിച്ചെന്നായത് നിനക്കറിയാം കേട്ടോ. ആ ചൊക്കെ അന്ന് വെറും ഉണക്കമീൻ നിന്ന് വളർന്നതാ ചൊക്കെ. ഇപ്പൊ എനക്കൊക്കെ വാറ്റ് എല്ലാം വേലങ്ങത്ത് കുത്തി. ഇപ്പൊ എനക്ക് മത്തി നന്നാക്കാൻ പറ്റല്ലേ? ഗൈസ് ഇങ്ങോട്ട് നോക്കി. 1 കിലോ മത്തി കുഞ്ഞമത്തി എനിക്ക് പൂതിയായിട്ട് കൊണ്ടുവന്നതാ. വലിയ മത്തി ഞാൻ ഓക്കുള്ളത്. അത് ഞാൻ നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഇതാക്കണ ഐക്കോറ കഷ്ണം വെട്ടിയത്. അതിന് അന്റെ ഇതല്ലല്ലോ ഇവിടെ. ഈ ഉരുളങ്ങന്റെ വെള്ളത്തിൽ അന്റെ മൂന്ത ഞാൻ മുക്കും. എന്തൊക്കെ എഴുതിയേച്ചി? അൻസിപ്പാന്റെ അടിമയാണെന്നോ? ചില മീൻ നന്നാക്കാൻ പറയുമ്പോഴത്തേന് നന്നാക്കുക. നജ്ജെന്നിട്ട് ഇറങ്ങിപ്പോയിക്ക അവിടുന്ന്. കുറച്ച് നേരമായില്ലേ ജി? അടങ്ങി നിന്നോ, പൊട്ടാൻ നിൽക്കണ്ട. വെറുതെ വീഡിയോ ഓഫാക്കിയിട്ട് പേറും ഞാൻ കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ ഇബ്രു അബ്രു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി വല്ല ഉണ്ടാവുള്ളൂ കേട്ടോ കളിക്കുക. ഓക്കെ. അവൻ പോന്നപ്പോ തന്നെ പറഞ്ഞ് ചർച്ച ചെയ്ത് വെച്ചേക്കൂല ഞങ്ങള് അല്ലേ? സിദ്ക്കാക്കു ഓല് ഇതുവരെ കളിച്ചിട്ടുണ്ടേ. നിങ്ങൾ കളിച്ചോളൂ കേട്ടോ. എന്താ കുട്ടിന്റെ മേത്തടിച്ചു? ഫ്രൂട്ടായി ചെറിയ കുഴിയാണ്. നിങ്ങൾ ഈ ചോക്കണിനെ മുന്നേ പറിച്ചിരുന്നു കേട്ടോ. കുട്ടീൻ്റെ കൈമ ചവിട്ടല്ലേ? എങ്ങോട്ടടി പുറത്തേക്ക്? നിങ്ങളൊക്കെ വന്നിക്കണ ഇറങ്ങളിപ്പോ അതിന് മാത്രം വലിയ തൊലിച്ചാളാ. നോമ്പ് കള്ളന്മാരല്ലേ? കുട്ടിനെ മേത്ത് ചവിട്ടിയാല് അല്ലെങ്കിൽ അതിനെ തട്ടിത്തറിഞ്ഞ് വീണാല് ജിബ്രാൻ കുട്ടിയെ പറഞ്ഞില്ല കേട്ടില്ലാന്ന് പറയണ്ട. സ്കൂൾക്ക് ഇന്നലെ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ പോവുകയാണ്. പോയാൻ വെക്കണ്ടല്ലോ. പിന്നെ എന്നാ ലീവ് വെച്ചേണ്ട വരിക. പോയി യൂണിഫോം ഒക്കെ മാറ്റി. യൂണിഫോം മാറ്റണീനത്തതിന് കുപ്പ അയച്ചിട്ടുള്ള ട്രൗസർ എന്നിട്ട് കുളിച്ചു പോയി അയച്ചിട്ടാ മതി. വിഷുമാ മെച്ചിനൊരു പണിയെടുക്കാനയക്കരുതട്ടാ. ഉണ്ടാക്കന്തേ. അപ്പൊ ഗൈസ് കുഞ്ഞോളിന്ന് നോമ്പറക്കാനുള്ള സ്പെഷ്യലുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിഷാപ്പ് പോകൂലെയാണ് നിങ്ങൾക്ക് കേട്ടോ. ഏത് നിമിഷം തിരിഞ്ഞോ പെട്ടു. തിരിഞ്ഞു മൈൻഡാക്കണ്ട. അങ്ങോട്ട് നോക്കണ്ട. കണ്ട പ്രശ്നമാണ്. ഇപ്പൊ വരും കേട്ടെ.
ശരി പോയി. അപ്പൊ എന്തൊക്കെയാണ് കുഞ്ഞോളെ ഇന്നത്തെ സ്പെഷ്യലുകൾ പരിചയപ്പെടുത്തി കൊടുക്കൂ. ഇതെന്താണ്? ഫിഷ് കട്ട്ലറ്റോ? തിന്നിട്ടില്ലല്ലോ. ഞാനും ഇന്ന് എന്നോട് ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞത്. കട്ട്ലറ്റിലുള്ള എല്ലാ സാധനവും റെഡി ആക്കില്ലേ. പക്ഷെ ഞാൻ ചിക്കൻ കൊണ്ടുവരാത്തോണ്ട് ലാസ്റ്റ് ഫിഷ് കൊണ്ടൊരു കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ് അച്ഛ തന്നാ മതി. ഇനി അതിന്റെ ഇടയിൽ അത് രസം ഉണ്ടല്ലോ, ഞാൻ തിന്നോട്ടെ എഴുതിട്ട്. തേങ്ങാപ്പത്ത് ഇത് വെച്ചിരിക്കണതിന് ഞങ്ങള് ഞങ്ങളൊക്കെ അവിടെ റസ്കും പൊടി ഇടല്ലേ. കേടത് ബ്രെഡില്ലേ. പിന്നെ അത് നോക്കാൻ നിങ്ങള് നല്ല അയിക്കോറിന്റെ കറി, മുളകിട്ടത്, എന്താ ദോശ മാവില്ലേ. ദോശ ചുട്ടിട്ടില്ല. എപ്പോഴാ ഇടുക? എന്നടേ പാല് കസ്കസ്. എടാ ഈ ടൈൽസ് വെച്ച് മുറിച്ചല്ലേ. ഞാൻ പലവട്ടം പറഞ്ഞു ഇന്നാളുണ്ട് എന്തോ ഇതേമാതിരി ഇവിടെ മുറിച്ച. അവിടെ അതിലൊരു മരത്തിന്റെ ഒരു സാധനം ഉണ്ടോ, അത് മുറിച്ച ചെയ്യാ. എത്ര പെട്ടെന്നില്ലേ. പിന്നെ ഒന്നും തിന്നായില്ലേ. റോഹ് ലെഫ്റ്റ് ഉണ്ട് കേസ്. നമ്മള് അടിപൊളിയോ? ഞാൻ മറിച്ചിട്ടോ കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊക്കെ ഇനി തണുപ്പിക്കാം. കുറച്ചുകൂടി ഉണ്ടായിക്കോട്ടെ. നല്ലതാണ് ഇത് ഈ ഫ്രൂട്ട്സിന്റെ ഇതാണ് ഞങ്ങളെ റോഹ് ലെഫ്റ്റ്. ഈ പാലെന്താ ഇവിടെ ഇങ്ങനെ ചിന്തിങ്ങാണ്ട് കളയണേ. അതെ എന്നോട് വെറുതെ പറഞ്ഞു. വെറുതെ ഞാൻ വീഡിയോയില് കറക്റ്റ് ഉണ്ട്. പൊളിക്ക് മൊബൈൽ പൊളിക്കുന്നുണ്ടല്ലോ. ഷറൈക്കണ്ടാ റെഡിയായോ? ഒഴിവാക്കി അല്ലെങ്കിൽ ഞാൻ വലിച്ചെറിയും. ബത്തക്കുരുവേ അതിനും പ്രശ്നാണ്. ശരിക്കും വത്തക്ക മാത്രമാകുമ്പോ ചിലപ്പോ ഇത്രക്ക തിക്ക് അല്ല കളർ കിട്ടൂല. കുറച്ച് മുന്തിരി ഉണ്ടേനി അത് ഇട്ടിട്ടുണ്ട്. എന്താ പണി കാക്കോ? കൊറേ നേരമായല്ലോ തൊടു കൂടെ എടുക്കണേ. ഇവിടെ ആട്ടുകാട്ടം ബാക്കിയില്ലായിരുന്നു. അതൊക്കെ പാടേ കൊണ്ടുപോയി ആ പച്ചക്കറിയൊക്കെ തോട്ടത്തില് ശരിയാക്കിട്ടു. ശരിയാക്കോ? മറ്റത് അവിടെ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോളെ ഇവര് കേക്ക് ഉണ്ടാക്കി കഴിച്ചു. ആട്ടുംകാട്ട കേക്ക്, സ്പെഷ്യൽ കേക്ക് റമളാൻ സ്പെഷ്യൽ ആട്ടുംകാട്ട കേക്ക്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അധികം നാളെ അതിന്റെ ഡ്രീം കേക്ക് ഒക്കെ വരുന്നു. ആട്ടുംകാട്ട കൊണ്ട് ഡ്രീം കേക്ക്. ഇതൊക്കെയാണ് ഐറ്റ്. ഇത് ഇങ്ങനൊക്കെയാണ് അതിന്റെ ആള് മെയിൻ. ചെടികൾക്ക് അയ്യോ ചളിയാണ്. ഇറങ്ങി ചെടി ഉണ്ട് അവിടെ. മറ്റേ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേമാതിരി ഇഞ്ചും മുളകും തയ്യനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവോ? മുളകും തയ്യനും കരിവേപ്പിൻ്റെ ഇലക്കും വെള്ളം ഒഴിച്ചെടുത്താൽ മതി. നീ ഇറങ്ങ ചുബ്രുവായിന്നേ. ഇതാകൊടിഞ്ഞല്ലോ.
ഇതൊന്ന് കഴുകണം വെള്ളം അടിച്ചിങ്ങാണ്ട്. ഇതൊന്ന് കഴുകണം വെള്ളം അടിച്ചിങ്ങാണ്ട് വേറെ. ഇനി ആക്കണം അവിടെ അതിന് ആ മുളകും തയ്യക്ക്. അതിന് നനവ് എപ്പോഴും ഉണ്ട്. കാരണം അതിന് പച്ചക്കറി വേസ്റ്റും. ഓയ് അങ്ങനെ നമ്മളെ ടിഷ ബേബി ഇതാ ഇവിടെ നീച്ചിക്കണില്ലേ. അടിശീശമ്മ അതായത് വെള്ളം ചെടിക്കൊയ്ക്ക. ടിഷ എന്നെ കാണാനാണ് ഈ താത്ത ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ല ഇനായത്താത്ത കുട്ടി പോകും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓ അടി കിട്ടിയോ? ഇനായ്ക്ക് മുതക്ക് കിട്ടിയോ? കിട്ടിക്കണേ കറക്റ്റ് കിട്ടിക്കണേ. കറക്റ്റ് കിട്ടിക്കണേ. ഇത് ഈ പുല്ലിക്കന്നെ ഇട്ടള. മറ്റേത് അവിടെ കല്ലും മുള്ളിയും തട്ടും കണ്ടേ ഓട്ടയാക്കൂ. ആ കോല അത് കൊണ്ടയച്ച അതേമാതിരി ജുബ്ര. അതിനത് കൊല്ലങ്ങൾക്ക് ഉപയോഗിക്കപ്പോഴും. പക്ഷെ ഈ വേനൽക്കാലത്ത് വെള്ളം നിറച്ചു കൊടുക്കണ്ടായിരുന്നു. ആ പ്ലാസ്റ്റിക്ക് ചൂടുവെള്ളം എന്നിട്ട് അത് ഉരുക്കിച്ച നമുക്ക്. കർഷക തൊഴിലാളിയാട്ടത് അല്ലേ? കർഷകനാണിതേ, കൃഷിക്കാരനാണ്. പാടത്തും തൊടിയിലും നോമ്പോറ്റും കണ്ടില്ലേ. ഞങ്ങളെന്താ വെച്ചാ കാട്ടിക്കോളൂ. നോമ്പില്ല ഞങ്ങള്. ഇജ്ജ് ബേജാറാണ്. എന്തിനാ കുട്ടിനെ മര്യാദക്ക് എടുക്കടാ. ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്തോട്ടോ. എന്നാ പിന്നെ നോമ്പ് എടുക്കണോ? കഷ്ടപ്പെട്ട് മുറിച്ചാനാണ് ഈ കഷ്ടപ്പെട്ട് നോമ്പ് എടുക്കണോ? നോമ്പ് നോറ്റും കണ്ട് സാധനം എടുത്തക്കട്ടെ. അങ്ങനെ ഗൈസ് നോമ്പ് തുറക്കാൻ റെഡി ആയിക്കൊണ്ട് കുഞ്ഞോളും കുട്ടികളും വേദിയിൽ സ്റ്റേജ് നമ്പർ 1 ഇവിടെ എന്നാ ഇതിപ്പോ എത്തിനാണ് നിലത്താവുണ്ട് മുട്ടിയെ. തെത്തബല ഓരോരുത്തരും ഓരോ പാത്രമായിട്ട് വരുന്നേ. തെത്തടായി ഓൻ്റെ ഓരോ. അപ്പൊ ഗൈസ് ഇന്നത്തെ സ്പെഷ്യല് എന്താണ്? അപ്പൊ ഗൈസ് കൊണ്ടേ വെക്കാടെ അച്ചാറപ്പ തിന്നണേ. അപ്പൊ ഗൈസ് ഇന്ന് നല്ല സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഇതാണ് ഫിഷ് കട്ട്ലറ്റ് ഉണ്ട്. അതേപോലെ മുഹബത്ത് കാ സർവത്ത് പാനി ഉണ്ട്. ബത്തക്ക ജ്യൂസ് അല്ല, മുഹബത്ത് കാ സർവത്ത്. പിന്നെ അതേപോലെ പപ്പായയും ബത്തക്കയും കട്ട് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നെയ്ദോശ ഉണ്ട്. ഇതിൻ്റെ ഒരു ചാമക്ക അച്ചാറുണ്ട്. പിന്നെ ഈത്തപ്പഴ ജ്യൂസ് ഉണ്ട്. നല്ല നെയ്ദോശക്ക് നല്ല ഐറ്റം ഉണ്ട്. പിന്നെ ഒന്ന് ടിഷ ഉണ്ട് നോമ്പുറക്കാന്. സ്പെഷ്യൽ ഐറ്റം ടിഷ ബേബി ഉണ്ട്. ആയിട്ടില്ല എടേ ഓൽക്കൊക്കെ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താളാ. ആ
അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാ ടിഷ ബേബിനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതേപോലെ തന്നെ കുഞ്ഞോക്ക് എന്തോ ഒരു ഷാളൊക്കെ എടുക്കണം പറഞ്ഞല്ലേ? ജയ്സി ഹിജാബോ? എവിടക്കില്ല, വണ്ടൂർക്ക് ആവി പിടിക്കാൻ പോവാ. അതുപോലെ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് എടുത്തോളൂ. അതിനിപ്പോ എന്തിനാണ് നിങ്ങൾ ബേജാറാണ്? സൈക്കിളല്ലേ? ഇബ്രാൻ ഇബ്രാൻ ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്. ചൈനാണ് ആ പാഞ്ഞിക്കണല്ലേ? ഇവിടെ ഇരിക്ക്. ആരാദ്യം കയറി? ആ ജടന്നു ജടുക്ക്. ആ പോരുമ്പോ ഇജാണ് മണ്ടി ചെല്ലി അജ്ജ് എന്നിട്ടാണ് വാശി പിടിക്കുക അല്ലേ? താളെ ഇറക്കണില്ലല്ലേ? കാറൊക്കെ കഴുകാണ് പൊടിയൊക്കെ പോലെ അങ്ങനെ ഷാൾ എടുക്കല് കഴിഞ്ഞില്ലേ? റാഹത്തായില്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഒരു ഷാള് കരുതി പോയതാ. എനിക്ക് ആ ഷിമ്മറിന്റെ അടുത്തൊരു ഷാൾ എടുത്താൽ മതി. അതിന് കരുതി പോയത്. നിങ്ങളെയും കൊണ്ട് പോയാൽ നിങ്ങൾ അങ്ങനെ എടുക്കും. എത്ര എടുക്കില്ല. ഷിമ്മറിന്റെ 3, പശ്മീന 1 ഷാള്, പിന്നെ മറ്റേ ബ്ലാക്ക് 2 ഷിമ്മർ 3 4 എടുത്തില്ലേ? 4 ഷിമ്മർ, ഒരു റെഡും ഒരു മുന്തിരിയും പിന്നെ 2 ഗ്രേ ടൈപ്പ്, പിന്നെ ഒരു പശ്മീന 2 പിന്നെ മറ്റേത് 2 എടുത്തിരിക്കണം. 4 8 ഷാളോ കീറത്തട്ടടാന്നാല്. ഞാനൊന്ന് എനിക്ക് ഒരു ഷാളിന് മടിയും കണ്ടു പോയത്. വെറുതെ അല്ല നിങ്ങൾ ഇങ്ങനെ കടിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോ ഉള്ള ഡ്രസ്സും കൊടുത്തു പോയിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയൂല കേട്ടോ. പെണ്ണുങ്ങളാരും ഉഷാറായിട്ട് നിക്കണം എന്നാണ് നമ്മളെ ആവശ്യം. ലൈബ്രോ നമ്മളമ്മച്ചക്ക് നമ്മളെല്ലാം എടുത്തു കൊടുക്കണ്ടേ? 8 ഷോളാ എടുത്തു കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ കാണാം. നേരല്ല ഉമ്മച്ചിക്ക് 8 ഷാൾ എടുത്തു കൊടുത്തു. അതിനെ കുറിച്ച് എന്താണ് പെണ്ണുങ്ങൾക്കൊക്കെ എന്റെ ഉമ്മച്ചിക്ക് എടുത്തു കൊടുക്കണം വലുതായിട്ടാ. ഞാൻ എന്റെ ഉമ്മച്ചിനെ ഇങ്ങനെയാണ് നോക്കണ കണ്ടേ? അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കണം എന്റെ പെണ്ണുങ്ങൾക്ക് എന്റെ ഉമ്മച്ചിക്കൊക്കെ കേട്ടോ. പോലതാ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ടിഷുമാനെ ആവി പിടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ആവി പിടിച്ച് പോരിട്ടോ ഞോളെ? ടിഷുമ ടിഷുമ ഞാൻ അവിടെ എത്തിയാ കാണാണ്ട് വിയർക്കണേ. ഞങ്ങളൊരു വീഡിയോ ഇട്ടിന്, അതെല്ലാവരും കണ്ടുവരാല്ലേ? തൽക്കാലം ഇബലൊക്കെ ഇറങ്ങണേ. ഇവല് 2 ആളി ഉള്ളിൽ കെട്ടിക്കാണ്. ഇവരൊക്കെ അതുമ്മല് കളിച്ചു. ഇവര് മാത്രം പോന്നാ മതി. ഇഞ്ചൊപ്പം എന്നാലും ചൂട് പോയി